ഇവിടെ കിടന്ന് കറങ്ങി തിരിയുന്ന എന്തിനാ? വയറുവേദന ആണെങ്കിൽ ബാത്റൂമിൽ പോയിക്കൂടെ? എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ലടേ. അതെന്താ? ബാത്റൂമിന്റെ ചാവിയാ ധോണി എടുത്തോണ്ട് പോയി. എന്ത് ധോണിയോ? എന്താ മുത്തശ്ശി, ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? സമയത്തിന് കഴിച്ചില്ലെങ്കിൽ ബി പി ഷുഗറൊക്കെ കൂടുന്നറിയില്ലേ? ധോണി വരാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്താ? ധോണി എന്റെ പല്ല് എടുത്തോണ്ട് പോയി മോളെ. എന്താടാ നീന്ന് സ്കൂളിൽ വരുന്നില്ലേ? ആ ധോണി എന്റെ ബാഗ് എടുത്തിട്ട് പോയി. ധോണിയോ? ആര്, നമ്മുടെ ക്രിക്കറ്റ് ക്യാപ്റ്റനാ? അല്ല, നമ്മുടെ ഏരിയയുടെ തന്നെ ക്യാപ്റ്റൻ. ഈ സാറാണ് ധോണി. ഇവന് വേണ്ടിയാണ് ഇത്രയും ആളുകൾ വെയിറ്റ് ചെയ്യുന്നത്. ഇനി മുതൽ അങ്ങനെ വിളിക്കൂല. ഇനി അങ്ങനെ വിളിക്കില്ല. ഇനി ഒരിക്കലും അങ്ങനെ വിളിക്കത്തില്ല. ഒരിക്കലും വിളിക്കില്ല. ഇനി അതുപോലെ വിളിക്കില്ല വിളിക്കില്ല എന്ന് ഓരോരുത്തർ പറയുന്നില്ലേ? അതിനും മാത്രം ഇവരെന്താണ് വിളിച്ചത്? രാമരാജൻ. 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 അത് സത്യമാണ്. നമ്മുടെ ആളുടെ ശരിക്കുള്ള പേര് രാമരാജൻ. എന്താണെന്നറിയില്ല, അതവൻ ധോണി എന്ന പേരിലേക്ക് മാറ്റി. എല്ലാവരോടും അങ്ങനെ വിളിക്കാനാണ് പറയുന്നത്. ഇനി അത് കടന്ന് ആരെങ്കിലും രാമരാജൻ എന്ന് വിളിച്ചാൽ മുത്തശ്ശിയുടെ പല്ലെടുത്തോണ്ട് പോകും, ബാത്റൂം കൂട്ടും, സ്കൂൾ ബാഗ് എടുക്കും. ഇനി അങ്ങനെ വിളിക്കില്ല മോനെ. ചെയ്ത് തെറ്റാ. സോറി ധോണി. എന്നോട് ക്ഷമിക്ക് ധോണി. സോറി ധോണി. സോറി സോറി. മലയാളത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു വാക്ക് സോറി. എന്നെ രാമരാജ് എന്ന് വിളിച്ച ആൾക്കാരൊക്കെ മുന്നോട്ട് വന്നേ. നൈസായിട്ട് ഒതുങ്ങാണല്ലേ. സിമ്രൻ വാ. ഒരാളെ ഞാനിന്ന് വെറുതെ വിടും. എല്ലാവരും 5 ഏത്തം വെച്ചിടണം. കമോൺ ഡു ഇറ്റ്. 1 2 3 4 5. ഇതാണ് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ്. ഇനി മേലെ ആരെങ്കിലും എന്നെ രാമരാജ് എന്ന് വിളിച്ചാ മുട്ടയിൽ നിർത്തി ഞാൻ ഏത്ത പിടിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ എന്റെ പേരെന്താ? ധോണി. 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 നീ ഏതടാ? ഈ വണ്ടി എന്റെ ചേട്ടാ. വണ്ടിയോ? നിന്റെ ഉമ്മ വേണ്ട. പോ, പോ. നമസ്കാരം. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ആൾക്ക് എയിം ഒന്നുമില്ല എന്ന് കരുതരുത്. ജോലിക്ക് പോവാണെങ്കിൽ അതൊരു ഗവൺമെന്റ് ജോലിക്ക് പോകണം എന്നതാണ് നമ്മുടെ സാറിന്റെ എയിമും ലക്ഷ്യവും ഫോക്കസും എല്ലാം. കാരണം എന്താന്ന് വെച്ചാൽ ഇവൻ പഠിച്ച പഠിപ്പിന് വേറെ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. നമസ്കാരം നമസ്കാരം. അമ്മമാരെ പെങ്ങന്മാരെ നമസ്കാരം. എന്തുവാടോ ഡ്രെയിനേജ് ഇങ്ങനെ ലീക്കാവുന്നേ? ഒരു വെടിയില്ല നേതാവേ. ഒരാഴ്ചയായിട്ട് അവന്മാരെ വിളിച്ചോണ്ടിരിക്കുക. ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എന്തിനാടാ എല്ലാ കാര്യത്തിനും മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത്? ആ വടിയും കിടത്തെ. അയ്യോ, അതിനൊക്കെ വേറെ ആൾക്കാരില്ലേ? വേണ്ട 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 വേണ്ട. എന്നെ ആരും തടയാൻ നിൽക്കണ്ട. വേണ്ട. എന്റെ കൺമുമ്പിൽ ഒരു അനീതി നടക്കുമ്പോ അത് കണ്ടിട്ട് എനിക്ക് വെറുതെ നിൽക്കാനാവില്ല. ഈ നിൽക്കുന്നതാണ് നമ്മുടെ ധോണിയുടെ അച്ഛൻ ഭരതരാജൻ. ഈ മണ്ഡലത്തിലെ MLA ആയി മുന്നോട്ട് പോകുന്നു. ഇയാൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ. എന്തെങ്കിലും സഹായിക്കാന്ന് കരുതി എല്ലായിടത്തും തലയിട്ട് ഇതുപോലെ നാണം കിടും. ഇത് ഇദ്ദേഹത്തിന് ശീലമായി. ഈ രാഷ്ട്രീയ സിംഹത്തിന്റെയും ഈ സർക്കാർ പുലിയുടെയും ഇടയിൽ കുടുങ്ങി നരകജീവിതം അനുഭവിക്കുന്ന നിരപരാധികളാണ് ഇവർ രണ്ടുപേരും. ഓ, ഭരതനാട്യം അരച്ചു കളിക്ക് കുടിച്ചേക്കാന്നാ തോന്നുന്നേ. എന്ത് രസമായിട്ടാ കളിക്കുന്നല്ലേ. ഓരോ സ്റ്റെപ്സും കണ്ടില്ലേ? അത് ഭരതനാട്യല്ലേ, കരകാട്ടോ. ഏയ്, എന്താടി ട്രെൻഡിനനുസരിച്ച് മാറിക്കൂടെ? ആര്, ഞാനാണോ? അമ്മയാണോ ഓൾഡ് ട്രെൻഡിൽ ഇരിക്കുന്നത്? നമ്മുടെ തലവര് കളിക്കുന്ന നോക്കാം. അയ്യോ, അതെല്ലാം ഗ്രാഫിക്സ് ആടി. ഓരോ കോപ്രായങ്ങൾ കാണിച്ച് പറ്റിക്കുക. ഞങ്ങളുടെ കാലത്തെ നായകന്മാർ ചെയ്യുന്ന ഒരു സ്റ്റെപ്പെങ്കിലും ഇന്നത്തെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങി താടി. ഇതാണ് നമ്മുടെ ധോണിയുടെ അമ്മ വസന്ത. ഇവർ രാമരാജന്റെ ഏറ്റവും വലിയ ആരാധികയാണ്. അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ളത് വീണ്ടും വീണ്ടും കാണും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും സ്വന്തം മകൻ എന്തുകൊണ്ടാണ് രാമരാജൻ എന്ന പേരിട്ടതെന്ന്. മോനെ, അവളുടെ കമ്പനിയിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. നാളെ ഇന്റർവ്യൂ. നീ ഒന്ന് പോയി നോക്കും മോനെ. എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല അമ്മേ. 1000 രൂപയാണെങ്കിലും സർക്കാർ ശമ്പളം മതി എനിക്ക്. ജോലിക്ക് പോവുകയാണെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് മാത്രമേ പോകൂ ഞാൻ. നീ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ചേട്ടാ. പക്ഷെ അതിനുവേണ്ടി ഒരു ശ്രമവും നടത്താതെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന എങ്ങനെയാ ചേട്ടാ? വെറുതെ ഇരിക്കുന്ന എന്തൊരു പാടാന്നറിയോ നിനക്ക്? ഡൗട്ട് ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കാം. ഭരതരാജനെ കുറിച്ച് എന്താ ഇവിടെ ഒരു സംസാരം? ഒന്നുമില്ല. നിങ്ങളൊക്കെ ഗവൺമെന്റ് ജോലി പുച്ഛിച്ചോണ്ടിരിക്കുക. ഗവൺമെന്റ് ഓഫീസിൽ എന്തൊരു സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സിൻസിയറിറ്റി, ടൈം എന്ന് പറഞ്ഞ ടൈം. അതെ, നിങ്ങൾ നിങ്ങളുടെ പിടിപാട് കൊണ്ട് എത്ര പേർക്ക് ജോലി വാങ്ങി കൊടുത്തിട്ടുള്ളതാ? ആരുടെങ്കിലും ഒക്കെ കൈയും കാലം പിടിച്ച് എന്റെ മോനൊരു ഗവൺമെന്റ് ജോലി വാങ്ങി കൊടുത്തൂടെ നിങ്ങൾക്ക്? ഗവൺമെന്റിലെ എത്ര വലിയ ഗസറ്റഡ് ഓഫീസർ ആണെങ്കിലും അവർക്കൊരു പ്രശ്നം ഉണ്ടായ എന്റെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇവനോട് എന്നെ പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ. അവൻ സ്റ്റേറ്റ് നോക്കട്ടെ, ഞാൻ സെൻട്രൽ നോക്കിക്കോളാം. എന്നെ ആരും ഫോഴ്സ് ചെയ്യണ്ട. എനിക്കിപ്പോ രാഷ്ട്രീയം വേണ്ട. ആയിക്കോട്ടെ ആയിക്കോട്ടെ മോനെ,
ദേ നോക്കിയേ, പേഴ്സിന്ന് അടിച്ചു മാറ്റി 50 രൂപ അമ്മയ്ക്ക് തന്നിട്ട് പോടാ. ഡാ, എന്റെ പോക്കറ്റിൽ 100 രൂപ എടുത്തില്ലേ അതോടെ തന്നിട്ട് പോടാ. എടുത്തൊക്കെ തിരിച്ചു കൊടുത്താൽ ഞാൻ പിന്നെ എന്താ ചെയ്യാ? സിസ്റ്റർ, ഞാൻ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോവാ. ഒരു 500 റുപ്പീസ് എടുത്തേ. നിനക്ക് ഇന്റർവ്യൂ എവിടെയാ? ഗവൺമെന്റ് ഷോപ്പിലാണോ? എടി, ഞാൻ സത്യം പറഞ്ഞ എന്റെ അമ്മയാണ്. അയ്യോ വേണ്ട മോനെ, ആ 50 രൂപ നീ തന്നെ വെച്ചോ. എന്നാ അച്ഛനെ ഏയ്, ഞാൻ എന്റെ പറ്റിയ വേണ്ട. പോടാ പോടാ, പോയി ജോലി നോക്കടാ. നിന്നെ പിടിച്ച സത്യം ചെയ്യട്ടെ. ഞാൻ അയ്യോ പറഞ്ഞ- എന്നെ വിട്ടേക്ക്. ദേ ഇവിടെ നോക്ക്, നീ വേണമെങ്കിൽ അച്ഛനെ അമ്മയെ പറ്റിച്ചോ, പക്ഷെ എന്നെ പറ്റിക്കാനും പറ്റില്ല, എന്റെ ഇന്ന് പൈസയും കിട്ടില്ല. ഓ, നിന്റെ അതെങ്ങനെ കാശ് വാങ്ങിക്കണ്ടെന്ന് എനിക്ക് എന്താടി ഇവിടെ നിന്നത്? ദേ നോക്ക്, നിന്റെ ചേട്ടൻ വരുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് വരുന്നതിന് നിനക്ക് എന്താടി? അവൻ എന്നോട് പ്രേമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുവാടി. എനിക്ക് അവനെ കാണുന്ന പോലും ഇഷ്ടമല്ല. നിന്നെ ഓർത്തിട്ട് ക്ഷമിക്കുന്നത്. അങ്ങനെയാണോ? അവൻ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന പോലെ അവനെ വിളിച്ചോണം. ഓക്കെ? ചെയ്യുന്നുണ്ടല്ലോ. ഇനി അവന്റെ പേരെങ്ങാനും പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെങ്ങനെ പറഞ്ഞ അവൻ മേലെ നിങ്ങളുടെ പുറകെ വരില്ല. ഓക്കെ? നീ എന്ത് കാണിച്ചാലും നിന്റെ ഒരു പരിപാടി ഇവിടെ നടക്കാൻ നിന്റെ പോകുന്നില്ല. മൈൻഡ് വോയിസ് ഒക്കെ ഞാൻ കേട്ടടി മോളെ. എല്ലാം വീട് പിടിക്കാൻ നോക്ക്. ഹായ് ഗൈസ്. ചേട്ടാ ചേട്ടാ, രാമേട്ടാ, എന്ത് പറ്റി? പറയട്ടെ, എന്തോ പറയാൻ വന്നല്ലേ? ഓക്കെ, ചേട്ടാന്ന് വിളിച്ച ഞാൻ പേടിച്ചോടുന്നു കരുതി. നീക്ക് ചേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാ അന്ന് തന്നെ. ഹലോ, എന്തിനാ കാതു കൂത്തുന്നേ? അന്ന് തന്നെ ഞാൻ എന്റെ സ്നേഹം പറയുമെന്നാ പറഞ്ഞു. നിങ്ങളുടെ ഈ ടീമിലെ ഞാൻ ഈ കുട്ടിയെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഇവള് മാത്രമാ സുന്ദരി. ഐ ലവ് യു. എന്നെ കൊണ്ട് പ്രേമിക്കാൻ പറ്റില്ല. ആ കുട്ടിക്ക് പറ്റില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഐ ലവ് യു. അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, നീ നോക്കിയോ. പിന്നെ നീ ചെല്ല്. എന്നാ പിന്നെ മോൾ ഫ്രീ ആണ്. പൊന്നേട്ടാ, എന്താടി ഇത്? ആദ്യം അവൻ അനിതയുടെ അടുത്ത് മാത്രം ഇഷ്ടമെന്ന് പറഞ്ഞു. നീ പറഞ്ഞ പോലെ ചെയ്തപ്പോ എല്ലാവരോടും ഐ ലവ് യു പറഞ്ഞു. എന്തൊരു ശല്യം ഇത്. ഇത് കണ്ടില്ലേ? ഈ ഡ്രസ് ഷാറുഖ് ഖാന്റെ പടത്തിൽ വന്നതല്ലേ? ഐ ലൈക്ക് ഹിന്ദു മൂവീസ്. ദാ പിടിക്ക്. ഇത് ആദ്യം അങ്ങ് തന്നാ പോരായിരുന്നു. ഇത്രയും സമയം വേസ്റ്റ് ചെയ്ത് തന്നില്ല. ഹലോ, നിങ്ങളൊക്കെ ഐ ലവ് യു പറയാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്റെ റേഞ്ചിന് നിങ്ങളൊന്നും പറ്റില്ല. പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ്. എല്ലാം പോയേ. എന്തൊരു ശല്യം ഇത്. ഈ കാശ് കൊണ്ട് സൈഡ് ഡിഷ് വാങ്ങിക്കാൻ പറ്റും. മെയിൻ ഡിഷിന് ഇപ്പൊ എന്താ ചെയ്യാ? ടൈം പാസിന് വിളിച്ചു നോക്കാം. മിസ് വിജയശാന്തി, ഞാൻ ഈ സ്റ്റേഷനിലെ SI ആയിട്ട് ചാർജ് എടുത്തതിന് ശേഷം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കണം. കണ്ടുപിടിക്കണം സാറേ. ആരെന്ന് ചോദിക്കി പറയാം. മിസ്റ്റർ, കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്റെ ഗേൾഫ്രണ്ടിനെ. ഗേൾഫ്രണ്ട് മിസ്സിംഗോ? ആദ്യത്തെ കേസ് തന്നെ വലിയ കേസാണ്. പെർഫെക്റ്റ്. നിങ്ങൾ എല്ലാവരും ഡ്യൂട്ടി ചെയ്തോളൂ. ഞാൻ ഈ കേസ് ഡീൽ ചെയ്തോളാം. എപ്പോ കാണാതായി, എങ്ങനെ കാണാതായി, നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? പറയൂ. ഞാൻ 3-4 പ്രാവശ്യം വിളിച്ചവളെ, അവൾ ഫോൺ എടുക്കുന്നില്ല മാഡം. ഇന്നലെ അവൾ എനിക്ക് ഒരൊറ്റ മിസ് കോൾ തന്നതാ. അപ്പൊ തന്നെ ഞാൻ തിരിച്ചു വിളിക്കുകയും ചെയ്തതാ. ഇന്ന് കാലത്ത് തിരിച്ച് 4 മിസ് കോൾ കൊടുത്തു. തിരിച്ചവൾ ഫോൺ ചെയ്യുന്നില്ല മാഡം. Shut up you. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ ആണ്. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ആമ്പിള്ളേര് കാരണം പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് കേസ്. പെൺകുട്ടികളെ കൊണ്ട് ആണുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് ജ്യൂസാ. മാഡം, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. നിങ്ങളെ കണ്ടറിയാൻ നിങ്ങളൊരു സിൻസിയർ ഓഫീസറാണ്. നിങ്ങളുടെ ഗേൾഫ്രണ്ട് അവളുടെ പേര് തന്നെ പറ. ഇതാ കണ്ടോ, പുറത്ത് മുറുക്കാങ്കടയിൽ നിന്ന് ചുണ്ണാമ്പ് എഴുതിയതാ. വാവ്, ഈ കാലത്ത് ഇങ്ങനെ ഒരു സ്നേഹം. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു മാഡം. നീ ആ പെണ്ണിനെ ഫോൺ ചെയ്തെങ്കിൽ തന്നെ ഞാൻ സംസാരിക്കാം. ഫോണിലാകെ 50 വയസ്സുള്ളൂ, അതാ മിസ് കോൾ വിളിച്ചത്. നീ ഇങ്ങനെ ആളെ വടിയാക്കല്ലേ മോനെ. ഫോണിന് ബാലൻസ് ഇല്ലെങ്കിൽ ഈ കാലത്ത് ലവ് ബാലൻസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. ശരി, നീ ഇതിലൊന്ന് കുത്തി തന്നെ. പോലീസ് നിങ്ങളുടെ സുഹൃത്താണല്ലോ.